വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്നും ഒരു ട്രാവൽ വീഡിയോ ആണ്. ഞങ്ങൾ ഇൻ ദ സെൻസ് ഇന്ന് ഞാനും ഹസ്ബൻഡും മാത്രമല്ല, ഞങ്ങൾ നേരെ കുമരകത്തോട്ടാണ് പോകുന്നത്. ഹൗസ് ബോട്ടിൽ ഒരു ഡേ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഞങ്ങൾ കസിൻസ് ആയിട്ടൊക്കെ ഫസ്റ്റ് ട്രിപ്പാണ് ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്ത് പോകുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായി. ബട്ട് ഞങ്ങൾ 4 വർഷം കൊണ്ട് പ്ലാൻ ചെയ്യുന്നു, പക്ഷെ അത് നടന്നു വരാൻ 4 വർഷം എടുത്തു. ഇത് ഞങ്ങള് ഇനിഷ്യലി പ്ലാനിങ്ങില് കുറച്ചുകൂടി കൗണ്ട് ഉണ്ടായിരുന്നു, പക്ഷെ ഫൈനൽ വന്നപ്പോ ഞങ്ങൾ 4 പേരിലോട്ട് അത് ചുരുങ്ങി. പക്ഷെ ഞങ്ങൾ അടുത്ത ഒരു ട്രിപ്പ് ഉടനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് ഏത് കാലത്ത് നടക്കുമെന്ന് അറിയില്ല. സോ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇത് എന്റെ പ്രിയപ്പെട്ട കെട്ടിയോൻ. ക്യാമറ ഷൈയാണ്, അതുകൊണ്ട് മുഖം കാണിക്കില്ല. ഇത് ശ്രീകുട്ടി, സോറി അഞ്ജന. ഇത് ദിലീപേട്ടൻ. ഞങ്ങൾ അങ്ങനെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ വാസ് പെട്രോൾ പമ്പായിരുന്നു. കാരണം ഇന്ധനം നിറച്ചാലേ നമുക്ക് വണ്ടി ഓടാൻ പറ്റുള്ളൂ. നേരെ പമ്പിൽ കയറ്റി, ഒന്നും നോക്കില്ല, റിച്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ടാണ് ഞങ്ങളുടെ യാത്ര ഞങ്ങൾ തുടങ്ങിയത്. ഞങ്ങള് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടൊരു സ്റ്റോപ്പ് എടുത്തിരിക്കുകയാണ് നമ്മുടെ സ്വന്തം കോഫി ഹൗസിൽ. ഇന്ത്യൻ കോഫി ഹൗസ് എന്നും നമുക്കൊരു വികാരം തന്നെയാണല്ലേ. ഞങ്ങൾ പോകുന്ന വഴിക്ക് കൊട്ടാരക്കരയുള്ള ഇന്ത്യൻ കോഫി ഹൗസിലാണ് കേട്ടോ കയറിയത്. ഓർഡർ കൊടുത്തിട്ട് അത്യാവശ്യം ഒരു നല്ല സമയം ഞങ്ങളവിടെ പോസ്റ്റായിരുന്നു. പിന്നെ യൂഷ്വൽ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിരുന്നു. കാരണം സമയം പോകണ്ടേ, ഫുഡ് വരാനായിട്ട് ഇച്ചിരി ഡിലേ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ആ സമയം ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു. അവർ ആദ്യം തന്നെ നല്ല ചൂടുവെള്ളം കൊണ്ട് തന്നു. എന്താണെന്നറിയില്ല, ചൂടുവെള്ളത്തിന് പോലും വിശപ്പ് കാരണം ഭയങ്കര ടേസ്റ്റായിട്ടാണ് ഫീൽ ചെയ്തത്. ഞങ്ങൾ ഓർഡർ ചെയ്തത് ആക്ച്വലി 3 പേര് ഇടിയപ്പം പറഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് ഡയറ്റ് അല്ലെങ്കിൽ ഹെൽത്ത് കോൺഷ്യസ് തുടക്കത്തിലായതുകൊണ്ട് ഞാൻ ചപ്പാത്തിയാണ് പറഞ്ഞത്. കൂടെ ഒരു ചില്ലി ചിക്കൻ പറഞ്ഞു. എൻ്റെ ഏറ്റവും തെറ്റായ ഡിസിഷനായിരുന്നു ആ ചപ്പാത്തി ഓർഡർ ചെയ്തത്. കാരണം കമ്പ് പോലെ ഇരുന്നു, ഭയങ്കര എന്താ പറയുക, കട്ടിയായിരുന്നു ആ ചപ്പാത്തി. പക്ഷേ ചില്ലി ചിക്കൻ വാസ് നൈസ്. പക്ഷേ എൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻ ചപ്പാത്തി ശോകം ആയതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ചപ്പാത്തി മുട്ടക്കറിയും കഴിച്ചു. ആക്ച്വലി കറിയൊക്കെ കൊള്ളായിരുന്നു. എൻ്റെ അഹങ്കാരത്തിന് ഞാൻ ചപ്പാത്തി എടുത്തതിന് ഇവരെല്ലാവരും കൂടെ എന്നെ താറ്റിക്കൊണ്ടിരിക്കുന്നു. കാരണം എൻ്റെ ഫുഡ് മാത്രം കൊള്ളില്ലായിരുന്നു. ഫുഡ് ഇൻ ദ സെൻസ് ചപ്പാത്തി. പിന്നെ കോഫി ഹൗസിൽ പോയാൽ ഒരു കോഫി കുടിക്കാതെ എങ്ങനെയാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുക. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. നേരെ ബില്ലിംഗ് കൗണ്ടറിൽ കുറേ പഴയ കാലത്തെ ഇഞ്ചി മിഠായി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ വാങ്ങിച്ചായിരുന്നേ. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങളുടെ ജേർണി റീസ്റ്റാർട്ട് ചെയ്തു. ടുവേർഡ്സ് നമ്മൾ ആലപ്പുഴ എത്തിയിട്ടാണ് അടുത്തൊരു സ്റ്റോപ്പ് എടുത്തത്. നമ്മുടെ ലൊക്കേഷന് കുറച്ച് മുന്നാണ്, അതായത് ഒരു 5 minutes ഡ്രൈവ് ബിഫോറാണ് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തത്. ജസ്റ്റ് ഒന്ന് ജ്യൂസ് കുടിക്കാനായിട്ട്. അത്യാവശ്യം നല്ല വ്യൂ ഉള്ള സ്ഥലമായിരുന്നു കേട്ടോ. ഈ 30 രൂപ ജ്യൂസ് കണ്ട് ആരും ഞെട്ടണ്ട. ആ ജ്യൂസിന് 30 രൂപ എന്ന് എഴുതി വെച്ചിരിക്കുന്നത് ഏത് ജ്യൂസാണെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. കാരണം ഞങ്ങൾ കുടിച്ച ജ്യൂസിനൊക്കെ 60ഉം 80ഉം ഒക്കെ ആയിരുന്നു. പിന്നെ 30 രൂപ ജ്യൂസ് ഏതാണെന്നും പിന്നെ ഞങ്ങൾ ചോദിക്കാനും പോയില്ല. അതിന് തൊട്ടടുത്ത് തന്നെ ഒരു ഫ്രൂട്ട് ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സും മേടിച്ചു. ബിക്കോസ് ഈ ഒരു വൈകുന്നേരം വരെ ഞങ്ങൾ ഹൗസ് ബോട്ടിൽ എന്ത് ചെയ്യാനാണ്, തിന്നുക, കുടിക്കുക, ഉറങ്ങുക, അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അറിയാമെന്നുള്ളതുകൊണ്ട് ഫ്രൂട്ട്സ് എങ്കിലും മേടിക്കട്ടെ എന്ന് വിചാരിച്ചു കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ചു. പിന്നെ അന്നേരം സമയത്തേക്ക് ഞങ്ങളുടെ ജ്യൂസ് റെഡിയായി. ഈ വീഡിയോയിൽ കാണുന്ന കുടിക്കുന്ന ഒരു ആവേശമൊക്കെ ഉള്ളൂ. എന്തോ ഭാഗ്യത്തിന് ഞാൻ ലൈം ജ്യൂസാണ് പറഞ്ഞത്. ബാക്കിയുള്ളവരൊക്കെ മൊസംബി ജ്യൂസ് പറഞ്ഞു. ലൈം ജ്യൂസ് നല്ലൊരു ഓപ്ഷനായിരുന്നു. കാരണം തമ്മിൽ ഭേദം തൊമ്മൻ എന്നൊരു കൺസെപ്റ്റിൽ ദാറ്റ് വാസ് ഗുഡ്. എങ്ങനെയുണ്ട് ജ്യൂസ്? ട്രിവാൻഡ്രത്തെ ജ്യൂസിന്റെ ടേസ്റ്റ് ഉണ്ടോ? ഇല്ല. കൊള്ളാവോ? ഈ ചേട്ടൻ മറ്റേ 2 ജ്യൂസ്, ഫ്രഷ് ജ്യൂസ് 2 ജ്യൂസിന് നടക്കും. അങ്ങനെ അവിടെ നിന്ന് ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര റീസ്റ്റാർട്ട്. ഗൈസ്, നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. പ്രകൃതി രമണീയമായ സ്ഥലമാണ്. 2 സൈഡിലും ബ്യൂട്ടിഫുൾ വ്യൂ. ബോട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഞങ്ങൾക്ക് പാർക്കിംഗ് ഒക്കെ കിട്ടിയായിരുന്നേ. ഞങ്ങളങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങളുടെ ഹൗസ് ബോട്ടിലോട്ട് കയറുവാണ്. എൻ്റെ ലൈഫിൽ ഇങ്ങനൊരു ഹൗസ് ബോട്ട് എക്സ്പീരിയൻസ് ഇത് ആദ്യമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ത്രിൽഡായിരുന്നു. ഹൗസ് ബോട്ടിലൊക്കെ കയറി ഉടനെ തന്നെ അവർ ഞങ്ങൾക്ക് ചെറിയൊരു ഇൻട്രൊഡക്ഷനൊക്കെ തന്നു. അതായത് കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്, ലൈക്ക് സ്പീഡ് ബോട്ട്, കയാക്കിങ് അല്ലെങ്കിൽ സ്കൈ ബോർഡ്, അങ്ങനെയൊക്കെ നമുക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് എക്സ്ട്രാ റേറ്റിനാണ്. ഞങ്ങൾ അവരുടെ ക്ലാസ്സൊക്കെ കേട്ട് നിന്നു. എന്നിട്ട് ഞാൻ ആദ്യം പോയത് എൻറ്റയർ ഏരിയ അല്ലെങ്കിൽ എൻറ്റയർ ഹൗസ് ബോട്ടിൻ്റെ ഒരു ഹൗസ് ബോട്ട്
ടൂർ നടത്താൻ വേണ്ടിയാണ്. അപ്പം നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ചെറിയ ലിവിങ് സ്പേസ്, ദെൻ നമ്മുടെ ഒരു ചെറിയ പാസേജ്, അവിടെയാണ് കോമൺ വാഷ് ഏരിയ വരുന്നത്. 2 ബെഡ്റൂമുള്ള ഹൗസ് ബോട്ടാണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ബെഡ്റൂമാണിത്. രണ്ടും അറ്റാച്ച്ഡ് ആണ് ആൻഡ് വിത്ത് ബ്യൂട്ടിഫുൾ വ്യൂ. അത് നമ്മൾ സെപ്പറേറ്റ് പറയണ്ടല്ലോ, ഹൗസ് ബോട്ടിൽ പോകുന്ന എല്ലാവർക്കും മനസ്സിലാവും, കാരണം അടിപൊളി വ്യൂ നമുക്ക് കിട്ടും. അപ്പോൾ രണ്ടും എയർ കണ്ടീഷൻഡ് ആയിരുന്നു. നമുക്ക് വിൻഡോസൊന്നും ഓപ്പൺ ചെയ്യാൻ പറ്റില്ലായിരുന്നു, പക്ഷേ അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. മേ ബി സേഫ്റ്റി ഇഷ്യൂ ഒക്കെ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ AC ആയതുകൊണ്ടായിരിക്കാം. രണ്ടും അറ്റാച്ച്ഡ് ആയിരുന്നു. വെൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. അത് എടുത്ത് തന്നെ പറയണം, അത്രയും മെയിൻ്റനൻസ് അവർ ചെയ്യുന്നുണ്ട്. പിന്നെ തൊട്ടടുത്ത് തന്നെയാണ് സെക്കൻഡ് ബെഡ്റൂം വരുന്നത്. അതും അറ്റാച്ച്ഡ് ആണ്. അതും അത്യാവശ്യം നല്ല റൂം തന്നെയാണ്. ഒരു കാര്യം എനിക്ക് മിസ്സായത്, ആ റൂമിൽ കണ്ണാടി ഇല്ലായിരുന്നു, മിറർ. ഞാൻ മേക്കപ്പ് ചെയ്യാനൊക്കെ തൊട്ടടുത്ത റൂമിലോട്ടാണ് പോയത്. പിന്നെ കിച്ചണിൽ പോയി. ഞങ്ങൾക്ക് ചെന്നോടനെ തന്നെ ഒരു വെൽക്കം ജ്യൂസ് തന്നായിരുന്നു. വെൽക്കം ജ്യൂസ് ഇൻ ദ സെൻസ് ഒരു നോർമൽ ജ്യൂസ് തന്നെയാണ്. അപ്പം ഞങ്ങളെല്ലാവരും ആദ്യം ഒന്നും കുടിക്കണമെന്ന് വിചാരിച്ചു, ഡയറ്റ് അല്ലേ, ഷുഗർ അല്ലേ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഇതൊക്കെ വല്ലപ്പോഴൊരിക്കൽ മാത്രം കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്, അപ്പോൾ അത് മിസ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളുടെ ബോട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ശരിക്കും ബോട്ട് ഞാൻ ആദ്യം കയറുന്ന സമയത്ത് ചോദിച്ചു, ഇത് സിമ്പിളല്ലേ, ചുമ്മാ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് നീക്കിയാൽ പോരെന്നാണ്. പക്ഷേ ട്വിസ്റ്റ് ഏറ്റവും അവസാനമാണ് ഞാൻ ഓടിക്കുന്ന സമയത്ത്. ഞങ്ങൾ ഭയങ്കര കൗതുകത്തോടെ പുള്ളി ബോട്ടൊക്കെ തിരിക്കുന്നതും അതുപോലെ ബോട്ട് എടുക്കുന്നതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു എനിക്ക് മാത്രമാണ് ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ്. ബാക്കി എല്ലാവരും ഇതിന് മുന്നേ ഹൗസ് ബോട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അവർക്ക് അത്രയും വലിയ ത്രിൽഡ് അല്ലായിരുന്നു. ഞാൻ ഭയങ്കര ത്രിൽഡായിട്ടായിരുന്നു ഇരുന്നത്. ദെൻ നേരെ നമുക്ക് മേലോട്ട് പോകാം. നമ്മളെടുത്തേക്കുന്നത് 2 നിലയുള്ള ബോട്ടായിരുന്നു. അപ്പോൾ മേലോട്ടും ഞങ്ങൾക്ക് ആക്സസ് ഉണ്ടായിരുന്നു. ട്രസ്റ്റ് മീ ഗൈസ്, മേളിൽ നിന്ന് കാണുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഞങ്ങൾ മോസ്റ്റ് ഓഫ് ദ ടൈം സ്പെൻഡ് ചെയ്തത് മുകളിലായിരുന്നു, കാരണം അത്രയും അടിപൊളിയായിരുന്നു. ഈ നട്ടുച്ച സമയത്ത് പോലും നമുക്ക് ആ ഒരു ചൂടോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മേലെ ചെന്നപ്പോൾ ആസ് യൂഷ്വൽ വീണ്ടും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. കാരണം നമ്മുടെ മെയിൻ ഉദ്ദേശം ഒരു യാത്ര പോകുമ്പോൾ അതെപ്പോഴും ക്യാപ്ചർ ചെയ്യണം എന്നാണല്ലോ. കാരണം ഇത് ഞാനിപ്പോൾ വ്ളോഗ് ചെയ്യുന്നത് പോലും ഇതൊരു മെമ്മറി ആയിട്ട് അവിടെ കിടക്കട്ടെ. കുറേ കാലം കഴിഞ്ഞിട്ട് നമുക്ക് കാണുന്ന സമയത്ത് ഭയങ്കര രസമായിരിക്കും ഈ ഒരു ഫീലിംഗ് ഒക്കെ. അത് ചിലപ്പോൾ നമുക്ക് ആ ഒരു മൊമെൻറ്റിൽ നമ്മുടെ മൈൻഡിൽ നിന്ന് പോയി കഴിഞ്ഞാലും ഈ ഒരു വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നമുക്കതെല്ലാം റീകളക്ട് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് മെയിൻലി ഞാൻ എൻ്റെ ലൈഫിൽ കുറേ കാര്യങ്ങൾ ക്യാപ്ചർ ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള ഒരു രഹസ്യം എന്ന് പറയുന്നത്. ബോട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു സ്റ്റോപ്പ് എടുത്തു. അതായത് കായൽ മത്സ്യങ്ങൾ വിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മേടിക്കാനായിട്ട്. അത്യാവശ്യം നല്ല റേറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങളത് മേടിച്ചില്ല, കാരണം നമ്മുടെ പാക്കേജിൽ ഫുഡ് ഇൻക്ലൂഡഡ് ആയിരുന്നു. അതിൽ വെജ് ആൻഡ് നോൺ വെജ് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു സത്യം പറയട്ടോ, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ ഈ ഫുഡ് കഴിക്കാൻ. കാരണം ഈ ട്രിപ്പിൻ്റെ മെയിൻ ഉദ്ദേശം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനാണ് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ നമ്മുടെ ഹോംലി ടൈപ്പ് ഫുഡ് കാണുമ്പോൾ ഭയങ്കര ആക്രാന്തമാണ് ഗൈസ്. എനിക്ക് എന്താണെന്ന് അറിയില്ല. ആ കാര്യം ജിമ്മിലൊക്കെ പോകുന്നുണ്ട്, ഡയറ്റൊക്കെ പേരിന് നോക്കുന്നുണ്ടെങ്കിലും ഫുഡ് കാണുമ്പോൾ എനിക്ക് എൻ്റെ കൺട്രോൾ പോകും. നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത് നല്ല അടിപൊളി കുത്തിരി ചോറ്, ക്യാബേജ്, അതുപോലെ ക്യാരറ്റ് കൂടെ ഇട്ട മിക്സഡ് തോരൻ ആൻഡ് സാലഡ്, അവിയൽ, പിന്നെ എന്താ പറയുക, ഷോ സ്റ്റോപ്പർ എന്ന് പറയുന്ന കൂട്ട് കരിമീൻ ഫ്രൈ ആൻഡ് കുടംപുളിയിട്ട മീൻ കറി, അച്ചാറ്, പുളിശ്ശേരിയല്ല മോരുകറി എന്ന് പറയാം, ദെൻ സാമ്പാർ. ഓരോ കറിയും എടുത്ത് പറയണം എന്തൊരു അടിപൊളി ടേസ്റ്റാണെന്ന് എനിക്കറിയില്ല. ആ അവിയലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അയ്യോ, ആ വെളിച്ചെണ്ണയോടൊക്കെ ടേസ്റ്റ് ഇങ്ങനെ എനിക്കിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ പോലും എൻ്റെ നാക്കിൽ ഇങ്ങനെ കൊതി കാരണം വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഞാൻ അവരോട് പറഞ്ഞായിരുന്നു, ഇതിൽ എന്ത് ഫുഡ് മിച്ചം ഉണ്ടെങ്കിലും വച്ചിരിക്കുക, നൈറ്റ് ഞാൻ കഴിച്ചോളാം, നിങ്ങൾ ടെൻഷനേ അടിക്കേണ്ട, ഇത് വേസ്റ്റ് ആവുമോ എന്നുള്ളത്, ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സെപ്പറേറ്റ് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് പ്രകാരം അവർ ഈവനിങ് ബാക്കിയുണ്ടായിരുന്ന ചോറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഫുഡൊക്കെ കഴിച്ചപ്പോഴത്തേക്കും ശരിക്കും ഞങ്ങൾ ടയേർഡായിപ്പോയി. ഗൈസ്, ഹൗസ് ബോട്ടിൽ ഉല്ലാസയാത്രയ്ക്ക് വന്നതാണ്. ചെസ് നമ്പർ 1 നല്ല സുഖം ഉറക്കം ഫുഡടി കഴിഞ്ഞിട്ട്. ചെസ് നമ്പർ 2 റീൽസ് തോണ്ടിയിരിക്കുന്നു. ചെസ് നമ്പർ 3 എന്തിനിവിടെ വന്നു എന്ന് ആലോചിച്ച് പൊരി വെയില് തന്ത വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കുന്നു. ആൻഡ് ചെസ് നമ്പർ 4 വ്ലോഗ് എടുക്കുന്നു. ഒരു ഹെവി മീല് കഴിഞ്ഞാൽ സ്വാഭാവികമാണ് നമ്മളെല്ലാം ടയേർഡാവും. ഞങ്ങൾക്ക് എല്ലാം നല്ല ഉറക്കം വന്നു കേട്ടോ. ഈ ബോട്ടും ആ ബോട്ടും ഇടിച്ച് ഞാൻ ചേട്ടൻ രക്ഷപ്പെടോ, ചേട്ടന്റെ ഭാര്യ രക്ഷപ്പെടുത്തോ? ഞാൻ ഓഫ്കോഴ്സ് കാരണം എവിടെ രക്ഷപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തിനൊന്നുമില്ല. ഞാൻ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഒരു പട്ടാളക്കാരനല്ലേ, രാജ്യത്തിന് എന്തൊക്കെ
കിട്ടും. ചുമ്മാണ ഞാൻ ഇവിടെ നാറി തുള്ളിക്കണ. ഒരു രാജ്യ സേവനത്തിനുള്ള ഒരാളെ കിട്ടും. അയ്യോ രാജ്യം നീ ഇല്ലാതെ സേവനം കിട്ടാണ്ട് അങ്ങ് നഷ്ടപ്പെട്ടോണ്ടിരിക്കുകയല്ലേ ഇവിടെ. നിങ്ങളുടെ കൊച്ചിന്റെ അമ്മയല്ലേ, കൊച്ചിന്റെ എത്താൻ പോണ്ട. നോക്കട്ടെ. നീ ചോദിച്ചെന്തിനാണ് രക്ഷപ്പെടുത്തോന്നാണ്. നീ അങ്ങനെ ചോദിച്ചില്ല. നീ ചോദിച്ചെങ്ങനെയാണ് സ്വയം രക്ഷപ്പെടുമോ അതോ അവളെ രക്ഷപ്പെടുമോ? ഞാൻ സ്വയം രക്ഷപ്പെടാനല്ലേ പോയിട്ട്. അവളെ രക്ഷപ്പെടുത്തിയ കൂടെ ചേട്ടൻ രക്ഷപ്പെടുമല്ലോ. ചിലപ്പോ എവിടാണ് എവിടെ എന്നെ ചവിട്ടി താത്തേറ്റൊക്കെ വരുന്നത്. എനിക്ക് നീന്താ അറിഞ്ഞോളൂ. ഞാൻ എങ്ങനെയെങ്കിലും കരക്ക് കയറാൻ നോക്കുമ്പോ നിന്നെ ഞാൻ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ കാഷ്വൽ ടോക്ക്, സമയം കളയാനായിട്ട് കേട്ടോ. നല്ല രസമായിരുന്നു. ഇതുപോലെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറേ നുണയും കൊതിയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഞങ്ങൾ യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ്. പക്ഷെ പറയാണ്ടിരിക്കാൻ വയ്യ, ഈ ചൂടത്ത് പോലും നമുക്ക് ആ ഒരു ടോപ്പിലിരിക്കുന്ന സമയത്ത് നല്ല കാറ്റും ഒരു പ്ലസൻറ്റ് ഫീലിംഗ് ആണ് കേട്ടോ. നമ്മളങ്ങനെ പാർക്ക് ചെയ്തിരിക്കുകയാണ് ഞങ്ങളുടെ സ്കൂട്ടർ. അതെ, ഞങ്ങളുടെ സ്കൂട്ടർ. ഈവനിങ് ടീ ടൈം ആയപ്പോൾ നല്ല ചൂട് ചായയും അതുപോലെ ചൂട് വാഴയ്ക്കൊപ്പം കൊണ്ടുവന്നായിരുന്നു കേട്ടോ. ഈ വീഡിയോ കാണുന്ന എൻ്റെ ജിം ട്രെയിനർ, കൈൻഡ്ലി എക്സ്ക്യൂസ് മീ. എണ്ണയുണ്ട് ബട്ട് ചൂട് ആക്രാന്തം മൂത്ത് പ്രാന്തായി പെട്ടെന്നെടുത്ത് കഴിച്ചു കൊടുത്തു. ഒടുക്കത്തെ ചൂടായിരുന്നു. പിന്നെ ഊതി ഞാൻ കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷെ പറയാണ്ടിരിക്കാൻ വയ്യ, ഒരു സിമ്പിൾ ടീ ആണ് അല്ലെങ്കിൽ സിമ്പിൾ സ്നാക്കാണ്, പക്ഷേ അതുപോലും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അവരുടെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ഞങ്ങളങ്ങനെ ഈവനിങ് ഒന്ന് ചില്ല് ചെയ്യുന്ന മോഡിലോട്ട് എത്തിയിട്ടുണ്ട്. സോ ഫുഡൊക്കെ കഴിച്ച് ചില്ല് ചെയ്യണം. ഡിന്നറിന് ചപ്പാത്തി, ദാല് കറി, അതുപോലെ ചിക്കൻ കറി, പിന്നെ വെജുകാർക്ക് വേണ്ടിയിട്ട് എന്താ പറയുക ഒരു ടൊമാറ്റോ കറി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉച്ചക്കത്തെ ചോറും ചിക്കൻ ഫ്രൈയും അതുപോലെ ചിക്കൻ്റെ വേറെന്തോ ഒരു ഐറ്റം കൂടി ഉണ്ടായിരുന്നു. അത് ആക്ച്വലി ചിക്കൻ്റെ വേറൊരു ഐറ്റം ഞങ്ങൾ ഓർഡർ ചെയ്തതാണ് അഹങ്കാരത്തിന് പുറത്ത്. പക്ഷേ അത് വേസ്റ്റായി, കാരണം ഇത്രയും ഫുഡൊന്നും ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ലായിരുന്നു കഴിക്കാനായിട്ട്. പക്ഷെ പറയാണ്ടിരിക്കാൻ വയ്യ, ഓരോ ഫുഡും അടിപൊളിയായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നല്ലോണം റെസ്റ്റ് ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെയാണ് ബോധം വന്നത്, കാരണം അത്രയ്ക്ക് ഹെവി ഫുഡായിരുന്നു. ആൻഡ് രാവിലെ കഴിച്ച് ഞാനൊരു റൗണ്ട് വണ്ടി ഓടിച്ചു. സൂപ്പറായിരുന്നു ഗൈസ്. അപ്പോൾ എൻ്റെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും മറക്കണ്ട. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.